കഴിഞ്ഞ 32 വർഷത്തെ ആത്മീയ അന്വേഷണത്തിൻ്റെ ഫലമായി ഞാൻ കണ്ടുമുട്ടാത്ത ഗുരുക്കന്മാരുമില്ല, കയറിയിറങ്ങാത്ത ആശ്രമങ്ങളുമില്ല. ഈ നീണ്ട യാത്രക്കിടയിൽ ഡൊണേഷൻ അഥവാ ദാനം ചെയ്യുന്ന പ്രാധാന്യത്തെപ്പറ്റി എനിക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ വളരെ വ്യക്തമായ രീതിയിൽ ദാനം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നതിൻ്റെ നല്ലൊരു പങ്കും നിങ്ങളുടെ മടിയിൽ തന്നെ വീഴും, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. 2 കൊരിന്ത്യരിൽ പറയപ്പെടുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ അവനവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച വിധം കൊടുപ്പീൻ, അത് നിർബന്ധത്താലും ആകരുത്, സങ്കടത്താലും ആകരുത്, സന്തോഷത്തോട് കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബൈബിളിൽ വളരെ വ്യക്തമായ രീതിയിൽ ദാനം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 9:7, ലൂക്കോസ് 6:38 വാക്യം, മത്തായി 6:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 1 തീമോഥെയോസ് 6:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, സദൃശ്യവാക്യങ്ങൾ 11 24-25 വാക്യങ്ങൾ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരിൽ വെച്ച് ആത്മീയതയിൽ അത്യുച്ച നിലയിൽ നിൽക്കുന്നത് അഭിവന്യ കമലേഷ് പി പട്ടേലാണ്, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ആചാര്യൻ. അദ്ദേഹത്തിന് ദാനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുണ്യകർമ്മമാണ്. എല്ലാവരും ഡൊണേഷൻ അഥവാ ദാനകർമ്മം ചെയ്യുവാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.